സ്വയംസേവക സഹോദരന്മാർക്കും കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം. ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ഞാൻ സമ്മതിച്ചതിന് ശേഷം എൻ്റെ മനസ്സിൽ വിശേഷപ്പെട്ട ഒരു സന്തോഷമുണ്ടായി. അതിനുള്ള കാരണം 150 വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് ഭാരതത്തിലേക്ക് ഇംഗ്ലീഷുകാർ വന്ന് അവരുടെ ഭാഷ നമുക്ക് മനസ്സിലായില്ലെങ്കിലും കേൾക്കേണ്ട ഒരു നിർഭാഗ്യമോ ഗതികേടോ നമുക്ക് വന്നിരുന്നു. ഇപ്പോൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വർഷങ്ങൾ 70 കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് കാവ്യതീതി എന്ന് പറയുന്ന തരത്തിൽ ഇംഗ്ലണ്ടിൽ നമ്മുടെ കേരളത്തിലെ ഭാഷയിൽ നമ്മുടെ സ്വയംസേവരോട് സംഘത്തിൻ്റെ സന്ദേശം എത്തിക്കാനായി കഴിഞ്ഞു. അതുപോലെ ഭാരതീയ ഭാഷയിലും ലോകമെങ്ങും. വാസ്തവത്തിൽ അതൊരു ചരിത്രത്തിൻ്റെ സന്തോഷകരമായ തിരിച്ചടിയാണ് എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലണ്ടിലെ നമ്മുടെ സ്വയംസേവകരോട് മലയാളം ഭാഷയിൽ സംസാരിക്കാൻ നിശ്ചയമായിട്ടും സന്തോഷമുണ്ട്, ഒരാത്മാഭിമാനവും ഉണ്ട്. രണ്ടാമത്തൊരു കാര്യം, ആദ്യമേ മലയാളത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ നേരത്ത് കിട്ടിയ വിഷയം നമ്മളെല്ലാവരെയും സ്വയംസേവകരാക്കിയ സംഘത്തിൻ്റെ പ്രാരംഭം കുറിച്ച വ്യക്തിയെക്കുറിച്ചാണ്. കേരളത്തിൽ കോഴിക്കോട് വന്ന് 1942 അപ്പോൾ എത്ര വർഷം മുമ്പാണ് എന്ന് കണക്കാക്കി നോക്കൂ. അപ്പോൾ ഏതാണ്ട് 42 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 1920 നമ്മൾ. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 20-21 വയസ്സിൽ പ്രായമുള്ളപ്പോൾ ഈ ദത്തോപ്പന്ത് ഠേങ്കടി കോഴിക്കോട് എത്തുകയും സംഘത്തിൻ്റെ ബീജം അവിടെ നടുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നെ വളർന്ന് ഇന്ന് നിങ്ങൾക്കും എനിക്കും സ്വയംസേവകരാവാൻ ഭാഗ്യമുണ്ടായിരുന്നത്. അങ്ങനത്തെ ഒരു വ്യക്തിയെക്കുറിച്ച് ആദ്യം ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ അതും ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണ് എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ദത്തോപ്പന്ത് ഠേങ്കടി ജനിച്ചിട്ട് കൃത്യം 100 വർഷങ്ങളും 1 മാസവും കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ഡിസംബറിലാണ്. നവംബർ 10-ാം തീയതി ദീപാവലി ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജനനം. അപ്പോൾ 100 കൊല്ലം മുമ്പുള്ള ദീപാവലി ദിവസത്തിൽ അദ്ദേഹം ജനിച്ചു. ഇപ്പോൾ ദീപാവലി കഴിഞ്ഞിട്ട് കഷ്ടിച്ച് 1 മാസം ആവാറായി. അപ്പോൾ 100 വർഷവും ഏതാണ്ട് 1 മാസവും കഴിഞ്ഞുവെന്നർത്ഥം. ആ ദത്തോപ്പന്ത് ഠേങ്കടിയുടെ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കേണ്ടത്. 20-21 വയസ്സിലാണ് ഠേങ്കടിജി പ്രചാരക്കായത്. അദ്ദേഹം ജനിച്ചത് നാഗപ്പൂരിലായിരുന്നില്ല. നാഗപ്പൂരിൽ നിന്ന് കുറേ ദൂരെ RV എന്നൊരു സ്ഥലത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസത്തിന് ആ ഭാഗത്തെ പട്ടണമായ നാഗപ്പൂരിൽ വന്നു. സംഘത്തിൽ ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു 15-16 വയസ്സായിരിക്കും. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ കഴിയാൻ 20-21 വയസ്സ് വരെ വേണം. അങ്ങനത്തെ ഏതാണ്ടൊരു 4 കൊല്ലം അദ്ദേഹം നാഗപ്പൂരിൽ താമസിച്ചത് ഹോസ്റ്റലിലായിരുന്നില്ല. കാര്യാലയം സംഘത്തിന് വിശേഷിക്കുമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം താമസിച്ചത്
പരംപൂജനീയ ഗുരുജിയുടെ വീട്ടിൽ തന്നെയാണ് താമസിച്ചത്. ആ ഭാഗ്യം അദ്ദേഹത്തിന് കിട്ടി. അവസാനം ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴേക്കും സംഘത്തിൻ്റെ സ്ഥാപകൻ പരംപൂജനീയ ഡോക്ടർജി മരിച്ചു കഴിഞ്ഞിട്ട് ഏതാണ്ട് 2 വർഷം കഴിഞ്ഞിരുന്നു. അതിന് 1940 പരംപൂജനീയ ഡോക്ടർജി മരിച്ചത്. 1920 ജനിച്ച ഒരാൾക്ക് ആ സമയത്ത് 20 വയസ്സ്. അപ്പോൾ ടേങ്കിടിജിക്ക് 20 വയസ്സുള്ളപ്പോൾ ഡോക്ടർജി മരിച്ചു. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം പിന്നെയും 2 കൊല്ലം തുടർന്നു. 41 അവസാനവും 42 മാർച്ചിലും അത് അവസാനിച്ചതോടുകൂടി പരംപൂജനീയ ഗുരുജിയുടെ ആഹ്വാനപ്രകാരം 42 മാർച്ച് മാസത്തിൽ അദ്ദേഹം പ്രചാരക്കായി പുറത്തു വന്നു. അപ്പം അദ്ദേഹം 22 വയസ്സ് നടക്കുന്നു, 21 വയസ്സ് പൂർത്തിയായി. അദ്ദേഹത്തെ തെക്കു ഭാഗത്തേക്ക് ഗുരുജി അയച്ചു. അന്നത്തെ മദ്രാസ് പ്രാന്തപ്രചാരക്ക് അദ്ദേഹത്തെ കോഴിക്കോട് അയച്ചു. കോഴിക്കോട് സംഘശാഖ തുടങ്ങി. പിന്നെ തെങ്ഡിജിയുടെ അടുത്ത 6 കൊല്ലം തനി സംഘത്തിന് വേണ്ടി മാത്രമുള്ള പ്രവർത്തനമായിരുന്നു. ആദ്യത്തെ 2 കൊല്ലം കോഴിക്കോട് പ്രവർത്തിച്ചു. പിന്നത്തെ 4 കൊല്ലം കൽക്കട്ട ഭാഗത്ത്, കൽക്കട്ട, ആസാം, ആ ഭാഗത്തൊക്കെ പ്രവർത്തിച്ചു. അപ്പോഴേക്കും സംഘത്തിന് മേലെ നിരോധനം വന്നു. 1948-49 കാലഘട്ടത്തിൽ. അപ്പോൾ 48 എന്ന് പറയുമ്പോൾ ഏതാണ്ട് 28 വയസ്സ് തെങ്ഡിജിക്ക്. അപ്പോൾ അദ്ദേഹം കൽക്കട്ട വിട്ടിട്ട് നാഗപ്പൂരിൽ വരേണ്ടി വന്നു. അപ്പോഴങ്ങനെ 1942 മുതൽ 48 വരെയാണ് നേരിട്ട് രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന് പറയുന്ന സംഘടനയുടെ പ്രചാരക്കായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം തുടർച്ചയായിട്ട് മരണം വരെ പ്രചാരക്കായിരുന്നു. പക്ഷേ സംഘത്തിൻ്റെ നിരോധനം കഴിഞ്ഞതോടുകൂടി വിവിധ ക്ഷേത്രങ്ങളുടെ പ്രാരംഭമായി. അപ്പോൾ അദ്ദേഹത്തെ പോലെ വളരെ വലിയൊരു പണ്ഡിതന്, വിദ്വാന്, പ്രതിഭാശാലിക്ക് ആ തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടി സംഘം നിയോഗിച്ചു. അങ്ങനെ സംഘത്തിന് നിരോധനത്തിന് ശേഷമുള്ള ദത്തോപ്പൻ ഠേങ്കിടിജിയുടെ ജീവിതം സംഘത്തിൻ്റെ വിവിധ ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ടതായിരുന്നു. എന്നാലും പ്രചാരക്കായി തുടർന്നു. അപ്പോഴങ്ങനെ 1942 തുടങ്ങിയ പ്രചാരക ജീവിതം കൃത്യം 63 വർഷം തുടർന്നു. അപ്പോൾ ഠേങ്കിടിജി 63 വർഷം സംഘത്തിൻ്റെ പ്രചാരക്കായിരുന്നു. അതിലാദ്യത്തെ 5-6 വർഷം തനി സംഘത്തിന് വേണ്ടിയായിരുന്നു. പിന്നെ 1 വർഷം അണ്ടർഗ്രൗണ്ട് പ്രവർത്തിക്കേണ്ടി വന്നു നിരോധനാവസ്ഥയിൽ. ആ കാലഘട്ടത്തിൽ യുവാവായിരുന്നല്ലോ അദ്ദേഹം, LLBയും പാസ്സായിരുന്നു. അപ്പോൾ അന്നത്തെ യുവാക്കന്മാരൊക്കെ കൂടി ദത്താജി ഡെഡോൾക്കർ, ബൽരാജ് മധോക്, ദത്തോപ്പന്ത് ഠേങ്കിടി, ഇങ്ങനെയുള്ളവരൊക്കെ കൂടി ഇപ്പോൾ അമേരിക്കയിലെ വേദ് പ്രകാശ് നന്ദ ഉണ്ട്. ഇവരൊക്കെ കൂടി അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് തുടങ്ങി. അത് 1949 29-ാം വയസ്സിൽ. അപ്പോൾ നമ്മുടെ സംഘത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ ഓഫ് ഷൂട്ട്, ആദ്യത്തെ വിവിധ ക്ഷേത്രം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്താണ്. അത് തുടങ്ങാനുള്ള ഭാഗ്യം ആ ഒരു ഗ്രൂപ്പിലെ ദത്തോപ്പൻ ഠേങ്കിടിജിക്കും കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ മുന്നോട്ട് പോകുമ്പോൾ 1951 എലക്ഷൻ വരണം 82 എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരതീയ ജനസംഘം തുടങ്ങി. അപ്പോൾ ഭാരതീയ ജനസംഘത്തിൻ്റെ പ്രാരംഭ പ്രവർത്തകന്മാരെന്ന നിലയ്ക്ക് പരംപൂജനീയ ഗുരുജി, ദീൻദയാൽജി ഉപാധ്യായ്, അടൽ ബിഹാരി വാജ്പേയി, ജഗദീഷ് പ്രസാദ് മാഥൂർ, ജഗന്നാഥറാവ് ജോഷി, ഇവരെല്ലാവരെയും പ്രചാരകന്മാരെ തുടക്കത്തിൽ ഒരു മൂലധനം എന്ന നിലയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു. അങ്ങനെ ദത്തോപ്പൻ ഠേങ്കിടിജിയെയും ഈ ഭാരതീയ ജനസംഘത്തിൻ്റെ തെക്കേ ഭാഗത്തെ
സംഘടനാ കാര്യദർശിയായി അദ്ദേഹത്തെ നിശ്ചയിച്ചു. അപ്പോൾ ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം ഈ ഭാഗത്തൊക്കെ ജനസംഘത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തെക്കേ ഭാഗത്ത് അയച്ചു. തെക്കേ ഭാഗത്ത് അയക്കാൻ വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. തെക്കേ ഭാഗത്ത് ആളുകൾക്ക് ഹിന്ദി മനസ്സിലാവില്ല, അത് ഇംഗ്ലീഷിൽ സംസാരിക്കണം. ദത്തോപ്പൻ ഠേംഗ്ഡിയുടെ ആ പ്രതിഭാശാലിത്വം കാരണം 1942 തന്നെ അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ സംസാരിക്കാൻ വളരെ മിടുക്ക് നേടിയിരുന്നു. അപ്പോൾ സംഘത്തിൻ്റെ നമ്മുടെ അധികാരികൾക്കൊക്കെ തെക്കുഭാഗത്ത് ഇംഗ്ലീഷ് നല്ലപോലെ സംസാരിക്കാനും ആശയസ്ഫുടതയോടുകൂടി സംസാരിക്കാനും ഒരാൾ വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ 2 തവണ ചിന്തിക്കേണ്ടി വന്നില്ല, ഠേംഗ്ഡിജി അയച്ചു. അങ്ങനെ ഠേംഗ്ഡിജി ഏതാണ്ട് 50-55 ആ കാലഘട്ടം വരെ ഭാരതീയ ജനസംഘത്തിൻ്റെ ജനറൽ സംഘടനാ സെക്രട്ടറിമാർ ജനറലായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നു. ഇങ്ങനെയുള്ള കാലഘട്ടത്തിലാണ് സ്വാതന്ത്ര്യം ഭാരതത്തിന് 47 കിട്ടി. അപ്പോൾ 50-52 ഇലക്ഷൻ, ആദ്യത്തെ ഇലക്ഷൻ കഴിഞ്ഞു. അപ്പോൾ പൊതുജന മാധ്യമങ്ങളിൽ സംഘത്തിന് പ്രവേശിക്കാതെ നിവൃത്തിയില്ല എന്നൊരു നില വന്നു. അതുകൊണ്ട് സംഘസ്ഥാനിലെ പ്രവർത്തനം നിലനിർത്തുകയും ബഹുമുഖ പ്രസ്ഥാനങ്ങളിൽ ഏർപ്പെടുകയും തുടങ്ങുകയും വേണം എന്നുള്ള ഒരു സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം സംഘത്തിന് മേലെ വന്നു. സംഘത്തിൻ്റെ പ്രതിജ്ഞയിൽ നമ്മൾ എല്ലാവരും ചൊല്ലുന്നത് ഭാരതത്തിൻ്റെ സർവതോമുഖമായ അഭിവൃദ്ധിക്ക് വേണ്ടി ഞാൻ സ്വയം സേവക്കായി എന്നാണ്. അപ്പോൾ സർവതോമുഖമായ അഭിവൃദ്ധിയിൽ തൊഴിലാളികളുടെ അഭിവൃദ്ധിയും പെടും, മുതലാളികളുടെ അഭിവൃദ്ധിയും പെടും, ഗ്രാമീണരുടെ അഭിവൃദ്ധിയും പെടും, പട്ടണക്കാരുടെയും പെടും, കാട്ടിൽ ജീവിക്കുന്നവരുടെയും പെടും. സർവതോമുഖമാണ് അതിൽ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ വിശകലനം ചെയ്ത് നോക്കിയപ്പോൾ വളരെ നല്ലൊരു അപകടവും മനസ്സിലായത്. കോൺഗ്രസിൻ്റെതായിരുന്നു ഭരണം. പക്ഷേ ഈ തൊഴിലാളി രംഗം മുഴുവനും കമ്മ്യൂണിസ്റ്റുകാർ കൈയടക്കി ഭരിച്ചായിരിക്കായിരുന്നു. അതിന് ഇപ്പോഴത്തെ തലമുറയിൽ പല ആളുകൾക്കും അറിയില്ല, സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തുടങ്ങിയത്. അതിലന്ന് കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അതിന് ഓൾ ഇന്ത്യ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്ന് പേര് വരാൻ കാരണം. പക്ഷേ ഈ കാഡറിൽ കൂടിയും രഹസ്യമായിട്ടും സ്ട്രാറ്റജി അനുസരിച്ചും റഷ്യയുടെയും എല്ലാം നിയന്ത്രണം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരെല്ലാം AITUസിൽ കടന്നുകൂടിയിട്ട് ഏറെ താമസിയാതെ, അധികം കഷ്ടപ്പെടാതെ അതിനെ കമ്മ്യൂണിസ്റ്റുകാർ അതിനെ ശരിക്കും പറഞ്ഞാൽ അതിനെ ഹൈജാക്ക് ചെയ്തു. ആ സമയത്ത് കോൺഗ്രസ്സിന് സംഘടനയില്ല. അപ്പോഴാണ് സർദാർ പട്ടേലൊക്കെ കൂടി INTUC, ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് AITUC ആയിരുന്നു. അതിൻ്റെ തലപ്പത്ത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. പിന്നീട് INTUC. ഈ 2 സംഘടനകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ നേതൃത്വം നിശ്ചയിച്ചു, ട്രേഡ് യൂണിയൻ നമ്മൾ കയറേണ്ടി വരും. 1951 ജനസംഘം തുടങ്ങിയതുപോലെ തന്നെ ട്രേഡ് യൂണിയൻ രംഗത്തിലും നമ്മൾ കയറണം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദത്തോപ്പൻ ഠേംഗ്ഡിജി ഇതിന് പറ്റിയ ആളാണ് എന്ന് കരുതിയിട്ട് അദ്ദേഹത്തിനെ ഈ ഭാരതീയ ജനസംഘത്തിൻ്റെ സെക്രട്ടറിഷിപ്പിൽ നിന്ന് പിൻവലിച്ചിട്ട് ട്രേഡ് യൂണിയൻ കോൺഗ്രസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, ട്രേഡ് യൂണിയൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ നിശ്ചയിച്ചു. ഭാഗ്യവശാൽ 51-52 കാലഘട്ടത്തിൽ നാഗപ്പൂരിലെ നല്ലൊരു INTUC ലീഡർ ദത്തോപ്പൻ ഠേംഗ്ഡിജിയെ
ഈ തൊഴിലാളി സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ INTUസിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ വൈദ്യര് കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ ഠേങ്ഡിജിക്ക് ഈ ട്രേഡ് യൂണിയനിലെ പോണം എന്ന് പറഞ്ഞ് സംഘം നിർദ്ദേശിച്ചിരുന്നു. അപ്പം അദ്ദേഹം അതിലെങ്ങനെ പോകണമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു. ആ സമയത്താണ് INTUസിലെ ക്ഷണം. വേഗം അത് കയറി ചാടിപ്പിടിച്ചിട്ട് അദ്ദേഹം 2 വർഷം INTUസിൽ പ്രവർത്തിച്ചു. ഇത് മനസ്സിലാക്കാത്ത ചില സ്വയം സേവകര് അന്ന് പറയാറുണ്ടായിരുന്നു, അപ്പം നമ്മുടെ ഠേങ്ഡിജി ഈ പ്രചാരക പദവിയൊക്കെ വിളിച്ചിട്ട് കോൺഗ്രസിന്റെ തൊഴിലാളി സംഘടനയിൽ ചേർന്നു ഇല്ലേ എന്ന് ചിലരൊക്കെ പറയാറുണ്ടായിരുന്നു. പിന്നെ ആ കാലത്ത് നമ്മളും ചിരിച്ചിട്ട് ചിലപ്പോൾ തലകുലുക്കും. അതിന് എന്തായാലും 2 വർഷം അവിടുത്തെ പ്രവർത്തനം മുഴുവനും മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം 1955 അപ്പോൾ ഠേങ്ഡിജിക്ക് 35 വയസ്സായി. അതിന് അദ്ദേഹം അഖില ഭാരതീയ മസ്ദൂർ സംഘ് ഭോപ്പാലിൽ വെച്ച് തുടങ്ങി. അങ്ങനെയാണ് മസ്ദൂർ സംഘ് വരുന്നത്. ഇന്ന് മസ്ദൂർ സംഘാണ് ഭാരതത്തിലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ട്രേഡ് യൂണിയൻ. അതിന് ആ 1ാം നിലയിൽ നിൽക്കുന്ന ഭാരതീയ മസ്ദൂർ സംഘും 2ൽ നിൽക്കുന്ന INTU തമ്മിൽ ശരിക്ക് ഒരു 10-15 ലക്ഷത്തിന്റെ വ്യത്യാസമുണ്ട്. അതിന് അപ്പോൾ ഒന്നാമനായി പാസ്സായ കുട്ടിക്ക് 60 മാർക്കും രണ്ടാമതായി പാസ്സായ കുട്ടിക്ക് 40 മാർക്കും എന്ന് പറയുന്നത് പോലെയാണ്. നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഠേങ്ഡിജിയുടെ സ്വഭാവം ഈ ആന പുഴ കടക്കുന്നത് പോലെയാണ്. ആന പുഴ കടക്കുമ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, മുമ്പിലത്തെ കാല് വയ്ക്കും, എന്നിട്ട് ആ കാല് വെള്ളത്തിനടിയിൽ ആനയ്ക്ക് കാണാൻ സാധ്യമല്ലല്ലോ, അതിൻ്റെ കണ്ണ് ആശ്ചര്യത്തിലല്ലോ. അപ്പോൾ കാലുകൊണ്ട് തപ്പി നോക്കിയിട്ട് കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ ആ കാല് ഉറച്ചിട്ട് പിന്നെ കാല് മുന്നിട്ട് വെക്കും. അതുകൊണ്ട് ഒരിക്കലും ആന ഒഴുകിപ്പോവില്ല. ആ തരത്തിലാണ് ആനക്കാല് വെച്ചിട്ട് ഠേങ്ഡിജിയുടെ പ്രവർത്തനം മുന്നോട്ട് പോയത്. അതുകൊണ്ട് 55 തുടങ്ങിയ ഭാരതീയ മസ്ദൂർ സംഘിന്റെ ആദ്യത്തെ ഓൾ ഇന്ത്യ കൺവെൻഷൻ 1967 12 വർഷം കഴിഞ്ഞിട്ട്. അതിന് അപ്പോഴേക്കും ശരിക്ക് അഖില ഭാരതീയ സ്വരൂപം അതിന് കിട്ടി. അല്ലെങ്കിൽ എങ്ങനെ വരുമായിരുന്നെന്ന് നോക്കൂ. ഇപ്പോ നമുക്കെല്ലാവർക്കും നിങ്ങൾക്കും അറിയാം, AIADMK ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നൊരു സംഘടന തമിഴ്നാട്ടിലുണ്ടല്ലോ. ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകമാണ്. അതിന് ഓൾ ഇന്ത്യ എന്തുണ്ട്? പേര് ഓൾ ഇന്ത്യ ഉണ്ട്, അതുപോലെ ആവുമായിരുന്നു. പക്ഷേ സത്യത്തിൽ ഓൾ ഇന്ത്യ ആവണം എന്ന് വിചാരിച്ച് അദ്ദേഹം ഓരോ ദിക്കിലും പോയി ഗ്രൗണ്ട് ലെവൽ വർക്ക് നടത്തിയിട്ട് അഖിലേന്ത്യാ സ്വരൂപം ഗ്രൗണ്ട് ലെവലിൽ സംഘടനയ്ക്ക് കിട്ടിക്കഴിഞ്ഞിട്ടാണ് 1967 12 വർഷം കഴിഞ്ഞ് അദ്ദേഹം സംഘടന തുടങ്ങിയത്, ഫസ്റ്റ് കൺവെൻഷൻ തുടങ്ങണത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ മസ്ദൂർ സംഘിന്റെ പ്രവർത്തനം നല്ലപോലെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പം അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ എൻ്റെ വിഷയം അദ്ദേഹത്തിൻ്റെ മിഷൻ വിഷൻ എന്നുണ്ട്. അപ്പോൾ സംഘടന തുടങ്ങി എന്നുള്ളതോടുകൂടി അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ത് മനസ്സിലാക്കണം. അപ്പോൾ മുഴുവൻ ലോകത്തിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തനത്തിൻ്റെ മൊണോപ്പൊളി കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസ്റ്റുകാർക്കുമായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിക്കിലും ആരെങ്കിലും തൊഴിലാളി സംഘടന തുടങ്ങിയാൽ അവര് ഏതോ ചിഹ്നത്തിന്റെ വ്യത്യാസത്തോടു കൂടി കൊടി ചുമന്നതായിരിക്കും അതിന്. പക്ഷെ INTUസിയുടെ ത്രിവർണ്ണ പതാകയായിരുന്നു. ബാക്കി ഇന്ത്യയിൽ നടക്കുന്ന വേറെ തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ കൊടി മുഴുവനും ചുവന്ന കൊടി, അതവരുടെ പാർട്ടിയുടെ സിമ്പിള് വേറെ ഉണ്ടാവും. അപ്പോൾ തൊഴിലാളി സംഘടന എന്ന് വെച്ചാൽ ചെങ്കൊടി എന്നാണ് അർത്ഥം. അതിനാദ്യം
ഒരു ഭേദഗതി ഠേങ്ഡിജി വരുത്തി. അത് കാവിക്കൊടിയാക്കി. അതാണ് ആദ്യത്തെ ഒരു മാറ്റം ഉണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു സംഗതി നോക്കൂ. ഈ ട്രേഡ് യൂണിയനുകളുടെ ആ സമയത്തെ പേരുകൾ നോക്കൂ. രണ്ടും AITUC, അതുപോലെ INTUC. അത് ഇംഗ്ലീഷ് പേരാണ്. പക്ഷേ ഇത് തനി ഭാരതീയ പേര്, ഭാരതീയ മസ്ദൂർ സംഘ് എന്നാണ്. അതും ആ തരത്തിൽ ആക്കി. അതുകൂടാതെ ലോകത്തില് ഈ തൊഴിലാളി ദിനം എന്നുള്ളത് മെയ് 1. ശരിക്കതിൻ്റെ ഉത്ഭവം റഷ്യയിലല്ല, പലരും ധരിക്കുന്നത് പോലെ. അത് പോപ്പുലറായത് റഷ്യൻ കമ്മ്യൂണിസംകാരനാണെന്ന് സമ്മതിച്ചു. പക്ഷേ ആ മെയ് 1 ഉത്ഭവം അമേരിക്കയിലാണ്. അത് തൊഴിലായിട്ട് സംബന്ധമുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും മെയ് 1 ലോക തൊഴിലാളി ദിനമായി ഠേങ്ഡിജി നിശ്ചയിച്ചു. അതും വാസ്തവത്തിൽ ഒരു തരത്തിലൊരു ഫോറിനിസം ആണ്. നമുക്കില്ല ഏതെങ്കിലും തൊഴിലാളി ദിനം എന്ന് അദ്ദേഹം നാസിക്കിൽ വെച്ച് പരംപൂജ്യനെ ഗുരുജിയെ കണ്ടു ചോദിച്ചു. അപ്പോൾ ഈ തൊഴിലാളികളെക്കുറിച്ച് നമുക്കെന്തെങ്കിലും ഒരു ദിവസം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരംപൂജ്യനെ ഗുരുജിയാ പറയണത്, മുഴുവൻ ഈ തരത്തിലുള്ള ആർട്ടിസൻസ്, ഇംഗ്ലീഷിൽ നമ്മൾ പറയുമല്ലോ ആർട്ടിസൻസ്, അപ്പോൾ അങ്ങനെ ഈ കൈത്തൊഴിൽ, കൈവേല, ശില്പശാലകൾ, ഇതിനു വേണ്ടി മാത്രമാണ് നമ്മുടെ ഈ ദർശനശാസ്ത്രത്തിലെ വിശ്വകർമാവ്. അപ്പോൾ വിശ്വകർമാവാണ് ഇക്കൂട്ടരുടെ എല്ലാവരുടെയും സൃഷ്ടികർത്താവെന്ന് പറയുന്നു. അപ്പോൾ പണ്ട് കാലത്തെ തച്ചുശാസ്ത്രം, അതുകൊണ്ട് ആശാരി, മൂശാരി, കല്ലാശാരി, ഈ തരത്തിലുള്ള വേലക്കാരി ആർട്ടിസൻസ് ഉണ്ടല്ലോ, അവരുടെ ധർമ്മദൈവം വിശ്വകർമാവാണ്. അതുകൊണ്ട് വിശ്വകർമാ ദിനമാണ് ഭാരതത്തിന്റെ തൊഴിലാളി ദിനം അവൻ പറ്റിയത് എന്ന് പറഞ്ഞു. ദത്തോപന്ത് ഠേങ്ഡി അത് സ്വീകരിച്ചിട്ട് ഭാരതീയ മസ്ദൂർ സംഘിന്റെ ദിവസം വിശ്വകർമാ ദിനമാക്കി അതിന്. എന്നിട്ട് അതിൻ്റെ ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഒന്ന് ചൈനയിലേക്ക് എത്തട്ടെ. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ദത്തോപന്ത് ഠേങ്ഡിജി കൂടെ നമ്മുടെ വേണുവട്ടൻ, ഇവരെ എല്ലാവരെയും മസ്ദൂർ സംഘ് സ്ട്രോങ്ങസ്റ്റ് ആയപ്പോൾ കമ്മ്യൂണിസ്റ്റ് ചൈന അവരെ ക്ഷണിച്ചിരുന്നു തൊഴിലാളി സംഘടന എന്ന നിലയ്ക്ക്. അവിടെ ഠേങ്ഡിജി പോയ സമയത്ത് ഠേങ്ഡിജി അവരോട്, ഭാരതത്തിന് ഞങ്ങളുടെ സംഘടന സവിശേഷത, ഞങ്ങളുടെ ദേശത്തിലുള്ള ദേശീയ ദിനം ഞങ്ങൾ തൊഴിലാളി ദിനമായിട്ട് സ്വീകരിച്ചു. അതുകൊണ്ട് എൻ്റെ നിങ്ങളോടുള്ള അഭ്യർത്ഥന, ചൈനയും ഭാരതത്തെ പോലെ വളരെ പഴയ രാഷ്ട്രമാണ്. തൊഴിലാളിക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അമേരിക്കയിൽ ഉത്ഭവിച്ച തൊഴിലാളി ദിനം സ്വീകരിക്കണമെന്നൊന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പോയിന്റ് അവർ വളരെ നല്ലപോലെ ഏറ്റുപിടിച്ചു. അപ്പോൾ സംഘത്തിൽ നിന്ന് കിട്ടിയ കാഴ്ചപ്പാട് എങ്ങനെ തൊഴിലാളി സംഘടനയിലേക്ക് അദ്ദേഹം കൊണ്ടുപോയി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വിഷൻ, അദ്ദേഹത്തിൻ്റെ മിഷൻ. അതിന് അതുപോലെ അദ്ദേഹം വളരെ ചെറിയ മാറ്റങ്ങളാണ്. വർക്കേഴ്സ് ഓഫ് ദി വേൾഡ് യുണൈറ്റ്, യു ഹാവ് നത്തിങ് ടു ലൂസ് ബട്ട് യുവർ ചെയിൻസ്. ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മുദ്രാവാക്യം. ലോക തൊഴിലാളികളെ നിങ്ങൾ സംഘടിക്കൂ, നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നിങ്ങളുടെ കൈച്ചങ്ങലകളും കാൽച്ചങ്ങലകളും മാത്രമേ ഉള്ളൂ. ഇതായിരുന്നു വളരെ വിപ്ലവകരവും തൊഴിലാളികൾക്ക് ആവേശമുണ്ടാക്കുന്നൊരു മുദ്രാവാക്യമായിരുന്നു. അപ്പോൾ നമ്മളെ തൊഴിലാളി സംഘടന തുടങ്ങിയിരിക്കുന്നത് ഭാരതത്തിൻ്റെ മിഷൻ പൂർത്തീകരിക്കാൻ ലോകനന്മയ്ക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് വർക്കേഴ്സ് ഓഫ് ദി വേൾഡ് യുണൈറ്റ് അല്ല ഭാരതീയ മസ്ദൂർ സംഘത്തിന്റെ കാഴ്ചപ്പാട്, വർക്കേഴ്സ് യുണൈറ്റ് ദി വേൾഡ് ഇതാണ്. അപ്പോ വർക്കേഴ്സ് യുണൈറ്റ് ദി വേൾഡ് ഇതാണ് വാസ്തവത്തിൽ ഭാരതീയ ജനസംഘത്തിന്റെ, ഭാരതീയ മസ്ദൂർ സംഘിന്റെ കാഴ്ചപ്പാട് എന്ന്. അതിനോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം, ഈ ട്രേഡ് യൂണിയൻ സംഘടനയുടെ വാർഷിക യോഗം വരുമ്പോൾ അവർ മുതലാളിമാരുടെ അടുക്കലും പോയിട്ട് ഡൊണേഷനൊക്കെ പിരിക്കും.
പക്ഷേ ഠേങ്ക്ഡിജി തുടക്കം മുതൽ പറഞ്ഞു ഭാരതീയ മസ്ദൂർ സംഘ് ഒരിക്കലും തൊഴിലാളികളിൽ നിന്നോ സാധാരണ ആളുകളിൽ നിന്നോ അല്ലാതെ ഇൻഡസ്ട്രിയലിസ്റ്റോ അങ്ങനെയുള്ള മുതലാളിമാരിലൊക്കെ നിന്ന് കാശ് പിരിച്ചിട്ട് കൺവെൻഷൻ നടത്തരുത് എന്ന് പറഞ്ഞു. ഇന്ന് വരെ അത് പാലിക്കപ്പെടുന്നു. ഭാരതീയ മസ്ദൂർ സംഘം അങ്ങനെ ചെയ്യാറേ ഇല്ല. അത് ഒരു കാര്യം. എല്ലാവരും തൊഴിലാളികൾ തന്നെ വാസ്തവത്തിൽ അത് ചെയ്യേണ്ടി വരും. അതാണ് ഭാരതീയ ഇതിൻ്റെ രണ്ടാമത്തെ. പിന്നീട് അദ്ദേഹം പറഞ്ഞു AITUC കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് കൂട്ടിയിണക്കപ്പെട്ടിരുന്നു, INTUC കോൺഗ്രസ്സായിട്ട് കൂട്ടിയിണക്കപ്പെട്ടിരുന്നു. ഇത് അദ്ദേഹം പറഞ്ഞു ഇത് നമ്മുടെ ദേശീയ സംഘടനയാണ്, സ്വാതന്ത്ര്യം നമ്മൾ വേണം. ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെയും ഒരു കൺവേയർ ബെൽറ്റിൽ കൂടി പോകുന്ന സംഘടന ആയിരിക്കരുത്. അതുകൊണ്ട് ഭാരതീയ മസ്ദൂർ സംഘിന് പോളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞു. ഇന്നും ഭാരതീയ മസ്ദൂർ സംഘ് പോളിറ്റിക്സിൽ കയറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിലെ മോദി ഭരിക്കുന്ന സമയത്ത് പോലും തൊഴിലാളി വിരുദ്ധ നയങ്ങളാണെങ്കിൽ യാതൊരു മടിയില്ലാതെ ധൈര്യത്തോടുകൂടി അതിനെ എതിർക്കാൻ യാതൊരു മടിയില്ല അവർക്ക്. അത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ വില കിട്ടുന്നുണ്ട് അതിന്. അതുകൊണ്ട് ഭരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭങ്ങളും അതുപോലെ പ്രകടനങ്ങളും പോലും നടക്കുന്നുണ്ട്. അതേസമയം സഹകരണവുമുണ്ട് അതിന്. അപ്പോൾ സഹകരണാത്മകതയുമുണ്ട്, സാഹോദര്യവുമുണ്ട്. പക്ഷേ തൊഴിലാളികളുടെ പ്രവർത്തനം അപ്പോൾ സത്യത്തില് തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന തൊഴിലാളികളുടെ പ്രസ്ഥാനം അതാണ് ഭാരതീയ മസ്ദൂർ സംഘ്. അത് ഈസ് എ ഓർഗനൈസേഷൻ ഓഫ് ദി വർക്കേഴ്സ്, ബൈ വർക്കേഴ്സ്, ഫോർ ദി വർക്കേഴ്സ്. ഇതാണ് അത്. ഈ തരത്തിലുള്ള മനസ്സ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന് വളരെയധികം കഷ്ടപ്പെടേണ്ടി വന്നു. അതിന് ജനറൽ ഒരു തോന്നലുണ്ടല്ലോ, നമുക്കൊരു പൊളിറ്റിക്കൽ ബാക്കിംഗ് ഇല്ലെങ്കിൽ നിലനിൽപ്പുണ്ടാവില്ല എന്ന്. അപ്പോൾ ദത്തോപ്പൻ ഠേങ്ക്ഡി പറഞ്ഞു നിലനിൽപ്പ് വാസ്തവത്തിലെ സമൂഹത്തിൻ്റെയാ വേണ്ടത്. പൊളിറ്റിക്കൽ പാർട്ടി നിങ്ങൾക്ക് നിലനിൽപ്പിന് ഒരാശ്രയം വേണോ? ആ ആശ്രയം സമൂഹമാണ്, ആ ആശ്രയം പൊളിറ്റിക്കൽ പാർട്ടിയല്ല. അതുകൊണ്ട് സമൂഹത്തിൽ നോക്കുക, പൊളിറ്റിക്കൽ പാർട്ടിയിലല്ല എന്ന് പറഞ്ഞു. അത് ഇപ്പോഴും ഭാരതീയ മസ്ദൂർ സംഘ് വാസ്തവത്തിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു വിഷയം, സോഷ്യലിസ്റ്റ് പാർട്ടി ആണെങ്കിലും INTUC ആണെങ്കിലും അവരുടെ ജാഥയിൽ INTUC ആ കാലഘട്ടത്തിൽ ഇപ്പോഴല്ല കേട്ടോ, ഭാരത് മാതാ കി ജയ് പറയും, അതേസമയം ഇൻക്വിലാബ് ജിന്ദാബാദ് പറയും. ദത്തോപ്പൻ പറഞ്ഞു ഇവിടെ ഇൻക്വിലാബ് ജിന്ദാബാദ് ഇല്ല. വിപ്ലവമല്ല ജയിക്കുന്നത്, സമന്വയമാണ് ജയിക്കേണ്ടത്. വിപ്ലവം വിരോധമുണ്ടാക്കും, സമന്വയം സ്നേഹവും സഹകരണവും ഉണ്ടാക്കും. അതുകൊണ്ട് വിപ്ലവത്തിനും സംഘർഷത്തിനും പകരം സമന്വയവും സഹകരണവും. ചെങ്കൊടിക്ക് പകരം കാവിക്കൊടി, റവല്യൂഷന് പകരം ഇവല്യൂഷൻ, വർക്കേഴ്സ് ഓഫ് ദി വേൾഡ് യുണൈറ്റിന് പകരം വർക്കേഴ്സ് യുണൈറ്റ് ദി വേൾഡ്, മേഡേക്ക് പകരം വിശ്വകർമ്മ ദിനം. ഈ തരത്തില് അദ്ദേഹം ഭാരതീയ മസ്ദൂർ സംഘിനെ മുന്നോട്ട് കൊണ്ടുപോയി. 67 മുതൽ 12 വർഷം, ഏതാണ്ട് 67 മുതൽ 12 വർഷം 2 തവണ അദ്ദേഹം രാജ്യസഭാ അംഗമായി. അത് സംഘം തന്നെ പറഞ്ഞ് നമ്മുടെ ഭാരതീയ ജനസംഘത്തിൻ്റെ ആ സമയത്ത് തുടക്കത്തിൽ MP-മാരും MLA-മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ പ്ലാൻ ചെയ്തിട്ട് ദത്തോപ്പന്ത് ഠേങ്ക്ഡിജിയെ അവരെ രാജ്യസഭാംഗമാക്കി. അതിന് അങ്ങനെ അദ്ദേഹം 2 ടേംസിൽ 12 വർഷം അദ്ദേഹം ഈ രാജ്യസഭാ അംഗമായിരുന്നു. അപ്പോൾ ആ 12 വർഷം
അദ്ദേഹത്തിന് പാർലമെന്ററി സമ്പ്രദായമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരായിട്ടും വളരെ 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 നല്ല ബന്ധം കിട്ടി. അങ്ങനെ അദ്ദേഹത്തിന് ഹിരേൻ ഗുപ്ത, ഹിരേൻ മുഖർജി, ഭൂപേഷ് ഗുപ്ത, നമ്മുടെ കേരളത്തിലെ തൊഴിലാളി നേതാവ് ബാലചന്ദ്ര മേനോൻ, തമിഴ്നാട്ടിലെ തൊഴിലാളി നേതാവ് രാംമൂർത്തി, ഇവരൊക്കെ ആയിട്ട് വളരെ വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നെ ഈ ഠേങ്ഡിജിയെ പരിചയപ്പെട്ട ആളുകൾക്ക് നിങ്ങൾക്ക് ആ ഭാഗ്യം കിട്ടിയില്ല, പിന്നീടുള്ള കാലത്ത് ജനിച്ചതുകൊണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് കുറച്ച്, അദ്ദേഹം 20-ലും ഞാൻ 30-ലും, 10 വർഷം പ്രായം കുറവിരിക്കെ, എന്നാലും ആ കാലഘട്ടത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ, ഞാൻ പ്രചാരക്കായ മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ കാണാനും കൂടെ നടക്കാനും കൂടെ പ്രവർത്തിക്കാനുള്ള അപൂർവ ഭാഗ്യം കിട്ടി. അപ്പോൾ ആ ഭാഗ്യം വെച്ചിട്ട് ഞാൻ പറയാണ്, ഒരിക്കലും ദേഷ്യപ്പെടാത്ത, വളരെ ശാന്തമായി സംസാരിക്കുന്ന, യെസ് 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 എന്ന് പറഞ്ഞ് ആരെയും കേൾക്കാൻ അങ്ങറ്റത്തെ ക്ഷമയുള്ള ഒരു ശ്രദ്ധാലു അദ്ദേഹം. ഇംഗ്ലീഷില് ഒരു ചൊല്ലുണ്ട് കേട്ടോ, അത് ഹൂ ഈസ് എ ബെസ്റ്റ് കോൺവെർസേഷണലിസ്റ്റ്. അതില് അപ്പോ he who can attend patiently and clearly, closely, he is the best conversationalist. മറ്റൊരാൾ പറയുന്നത് ക്ഷമയോടെ ശ്രദ്ധിക്കോടെ കേൾക്കാനുള്ള ക്ഷമ ആർക്കാണോ ഉള്ളത് അയാളാണ് ബെസ്റ്റ് കോൺവെർസേഷണലിസ്റ്റ്. ഠേങ്ഡിയെ സംബന്ധിച്ച് തീർത്തും ശരിയാണ്, തീർത്തും ശരി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും ആർഗ്യൂ ചെയ്യില്ല. അദ്ദേഹം ധാരാളം ഈ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടൊക്കെ ആയിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. അതിന് അവർക്കെല്ലാം അറിയാമായിരുന്നു ഇദ്ദേഹം RSS ആണെന്ന്, ഇദ്ദേഹം RSSന്റെ പ്രചാരക്കാണെന്ന് അറിയാമായിരുന്നു. അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാമായിരുന്നു. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 12 വർഷം പാർലമെന്റ് മെമ്പറായ സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന ശമ്പളം, ഞാനൊരു പ്രചാരക്കാണ്, അതുകൊണ്ട് ഞാൻ പുറത്തുള്ള പണം വരവായിട്ട് സ്വീകരിക്കരുത്, അതുകൊണ്ട് എനിക്കിപ്പോൾ ശമ്പളം കിട്ടുന്നു, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം സംഘത്തിന്റെ അധികാരികളോട് ചോദിച്ചു. അങ്ങനെ ചോദിച്ചതിന് ശേഷം അദ്ദേഹം സംഘത്തിന്റെ അധികാരികൾ ചെയ്തിട്ട് പാർലമെന്റ് മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ കാണാനൊക്കെ ധാരാളം പേര് വരും. അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സും ഉണ്ട്. അപ്പൊ ആ ക്വാർട്ടേഴ്സിന്റെ മെയിൻ്റനൻസ്, അനവധി ആളുകൾ വരുമ്പോൾ അവർക്ക് ചായ, പലഹാരം, ഊണ് ഒക്കെ കൊടുക്കാൻ, ചിലപ്പോൾ കഷ്ടപ്പെട്ട് ഏതെങ്കിലും തൊഴിലാളി വരുമ്പോൾ ആ തൊഴിലാളിയെ സഹായിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം നിശ്ചയിച്ച ഒരു പെർസെൻറ്റേജ്, ഏതാണ്ട് ഒരു 10% എന്നോ മാത്രം അദ്ദേഹം വെച്ചിട്ട് ബാക്കി മുഴുവൻ തുക അദ്ദേഹം ഡൽഹിയിലെ സംഘ കാര്യാലയത്തിൽ കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നു. അതിന് മുഴുവൻ തുക. ഇതുപോലെ ചെയ്തിരുന്ന മറ്റൊരു പ്രചാരക്കായിരുന്നു ജനസംഘത്തിന്റെ MP ആയി തീർന്ന സുന്ദർ സിംഗ് ഭണ്ഡാരി. ജനസംഘത്തിന്റെ, അത് കഴിഞ്ഞിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പാർലമെന്ററി മെമ്പറായ അദ്ദേഹം മെമ്പർ ഓഫ് പാർലമെന്റ് ആയി. പക്ഷെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശമ്പളം ഇതുപോലെ അവരുടെ വർക്കിന് വേണ്ടിയുള്ള ഒരു പെർസെൻറ്റേജ് ബാക്കി വെച്ചിട്ട് മുഴുവനും അദ്ദേഹം സംഘത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കലായിരുന്നു പതിവ്. സംഘമാണെങ്കിലോ ഗുരുദക്ഷിണയാണെങ്കിലേ അത് സംഘം സ്വീകരിക്കൂ. അതുകൊണ്ട് സംഘം അത് സേവാ പ്രവർത്തനത്തിന് വേണ്ടി വിതരണം ചെയ്യും സംഘത്തിന്റെ ഭാഗത്ത്. അപ്പോ പ്രചാരകന നിലയ്ക്ക് അദ്ദേഹം ഏത് തരത്തിൽ ചിന്തിച്ചു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. അങ്ങനെ 12 കൊല്ലം. അതേസമയം എപ്പോഴും എല്ലാ ദിവസവും ചിലപ്പോൾ ശാഖയിൽ പോകാൻ സാധിക്കില്ല, എന്നാലും പോകുമല്ലോ. വളരെ വളരെ നല്ല ഓർമ്മശക്തിയുണ്ട്. ദത്തോപ്പൻ ഠേങ്ഡിജി മരിക്കുന്നതുവരെ പണ്ടത്തെ കാര്യങ്ങളും കൂടി ഓർക്കും. പേരുകളൊക്കെ നല്ലപോലെ അസാധ്യ ഓർമ്മ. അതിന് ആ ഓർമ്മശക്തി എങ്ങനെ രക്ഷിക്കുന്നു എന്ന് നോക്കും. പാർലമെന്ററി മെമ്പറായ സമയത്ത് ഒരിക്കൽ റഷ്യയില് ഇന്ത്യൻ MP-മാരുടെ ഡെലിഗേഷൻ പോവാൻ തീരുമാനിച്ചു ക്ഷണപ്രകാരം. അന്ന് നമ്മുടെ പാർലമെന്റിന്റെ സ്പീക്കർ സഞ്ജീവ് റെഡ്ഡിയാണ്. പിന്നീട് അദ്ദേഹം
പ്രസിഡന്റായി. അപ്പോൾ സഞ്ജീവ് റെഡ്ഡി ഡെലിഗേഷന്റെ തലവൻ. പിന്നെ ഈ ഡെലിഗേറ്റ്സില് കമ്മ്യൂണിസ്റ്റ് എം പിമാര്, ദത്തോപ്പൻ ഠേങ്ക്ഡി, കോൺഗ്രസ്, ഇങ്ങനെ എല്ലാവരും അവരെപ്പോഴും നല്ല കൂട്ടായിരിക്കുമല്ലോ, ജോളിയുമായിരിക്കും അവര്. അങ്ങനെ പോകുമ്പോൾ റഷ്യയിലെ തടാകം താഷ്കണ്ടിൽ അവരെത്തി. അപ്പൊ തടാകത്തിലൊരു ജലയാത്ര റഷ്യൻ ഗവൺമെന്റ് തീരുമാനിച്ചു. ആ ജലയാത്രയിൽ ബോട്ട് പോകുമ്പോൾ റഷ്യൻ ബ്രദർ ഡെലിഗേറ്റ്സ് ഉണ്ട്, റഷ്യക്കാര്, ട്രേഡ് യൂണിയൻ ബ്രദർ ഡെലിഗേറ്റ്സ്, ഇവരൊക്കെ കൂടി സംസാരിക്കുമ്പോൾ ആ റഷ്യൻ ഡെലിഗേറ്റ് പറഞ്ഞു, ഭാരതത്തിലെ സ്വാതന്ത്ര്യ സമയക്കാലത്ത് ധാരാളം ദേശീയ ഗാനങ്ങൾ, ദേശഭക്തി ഗാനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പാട്ട് നിങ്ങളൊന്ന് കേൾപ്പിക്കൂ എന്ന് പറഞ്ഞു. നമ്മുടെ എം പിമാരൊക്കെ വാസ്തവത്തിൽ ആപ്പിൽപ്പെട്ടു. അവർക്ക് വന്ദേ മാതരം പോലും അറിയില്ല. ചിലപ്പോ ഈ ഭാരതഭാഗ്യവിധാത അറിഞ്ഞാലായി, ചെറുതല്ലേ, പക്ഷെ വന്ദേ മാതരം പോലും മുഴുവനും അറിയില്ല. അപ്പോൾ ഈ നമ്മുടെ എം പിമാര് തമ്മിൽ നോക്കാൻ തുടങ്ങി. ഏതാണ്ട് മാനം പോകുന്നതായി. അപ്പോൾ ദത്തോപ്പൻ ഠേങ്ക്ഡി, ഹിരൺ മുഖർജി കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തിന്റെ അടുത്ത് മെല്ലെ പറഞ്ഞു, ഹിരൺദ, ഹരി ഏട്ടാന്ന് പറയുന്നത് പോലെ ബംഗാളിയിലെ ഏട്ടാന്നുള്ളതാണ് ദാ കേട്ടോ. അപ്പോ ഹിരൺദ, എനിക്ക് ദേശഭക്തി ഗാനം നല്ലപോലെ മുഴുവൻ അറിയാം, പക്ഷേ അത് ബംഗാളി പാട്ടാണ്. ഞാനത് പാടിയാല് നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ 2 or 3 ബംഗാളി കണ്ടിട്ടില്ലോ, നിങ്ങൾ ഉറക്കെ ഏറ്റുപാടാമോ? ഞാനതൊക്കെ ഏറ്റുപാടാം, നമുക്കിപ്പൊ തന്നെ പറ്റിക്കാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ്. അദ്ദേഹം ഉടനെ തന്നെ ഒന്നാം തരം പാട്ട് നമ്മുടെ ഠേങ്ക്ഡിജി പാടും ദേശീയ ഗാനം, അത് എൻ്റെ സംസ്ഥാനത്തിലെ ഭാഷയിലെ പാട്ടാണ് എന്നൊക്കെ അദ്ദേഹം മാർക്കടിച്ചു. ദത്തോപ്പൻ ഠേങ്ക്ഡി, ധനധാന്യ പുഷ്പഭര അമാർ തേരെ വസുന്ധര എമാൻ ദൃഷ്ടി കൊഥായി തേരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ഈ പാട്ട് സംഘസ്ഥാനില് പണ്ടേ മുതൽ പാടിയിരുന്ന ഗണഗീതമാണ്. പക്ഷെ ആ പാട്ട് ബംഗാളിയില് ഉണ്ടാക്കിയത് ദ്വിജേന്ദ്രനാഥ് റോയ് എന്നൊരാളുണ്ട്, പേര് കേട്ടൊരു കവി. അദ്ദേഹം ഉണ്ടാക്കിയ കവിത ബംഗാളിലെ ശാഖയില് അവര് റെഗുലറായിട്ട് ഗണഗീതമായിട്ട് പാടാറുണ്ടായിരുന്നു. ഇദ്ദേഹം അവിടെ 44 മുതൽ 49 വരെ പ്രചാരക്കായിരുന്നല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ പാട്ട് മുഴുവനും അറിയാമായിരുന്നു, ഓർമ്മശക്തിയുണ്ട്. അതുകൊണ്ട് ഈ ധനധാന്യ പുഷ്പഭര എന്നുള്ളത് ഒന്നാം തരമായിട്ട് ഠേങ്ക്ഡിജി പാടി. നമ്മുടെ എം പിമാരുടെ മാനം കാത്തുന്നുള്ളത് കൊണ്ട് അവരും മതിമറന്നിട്ട് ഉറക്കെ പാടി. ആവേശം മൂത്ത് ഈ ഹിരൺ മുഖർജി, ഞാനിതിന്റെ അർത്ഥം പറയാം, നിങ്ങൾക്കത് മനസ്സിലായില്ലെന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ ജോറായിട്ട് അർത്ഥവും പറഞ്ഞു. അപ്പോഴേക്കും വളരെ സന്തോഷത്തോടുകൂടി പിന്നെ യാത്ര കഴിഞ്ഞിട്ട് അന്ന് രാത്രി അവരവന്റെ ഹോട്ടലിലേക്ക് മടക്കുമ്പോൾ സഞ്ജീവ് റെഡ്ഡി, ലീഡർ ഓഫ് ഇന്ത്യൻ ഡെലിഗേഷൻ, ഠേങ്ക്ഡിയോട് പറഞ്ഞു, മിസ്റ്റർ ഠേങ്ക്ഡി, യു ഹാവ് സേവ്ഡ് ദി ഓണർ ഓഫ് ഇന്ത്യ. ഇതാണ് പറയുന്നത്. പക്ഷേ ഈ യു ഹാവ് സേവ്ഡ് ദി ഓണർ ഓഫ് ഇന്ത്യ, അതിനുള്ള ട്രെയിനിങ്, അതിനുള്ള സംസ്കാരം, അതിനുള്ള വിവരം ദത്തോപ്പൻ ഠേങ്ക്ഡിജിക്ക് എവിടെ നിന്ന് കിട്ടി? സ്വയം സേവക്കായതുകൊണ്ടും പ്രചാരക്കായതുകൊണ്ടും പ്രതിഭാശാലിയായതുകൊണ്ടും കിട്ടി. അപ്പോ ഈ തരത്തിൽ അദ്ദേഹം എം പിമാരായിട്ടുമെല്ലാം വളരെ 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 നല്ല അടുപ്പമായിരുന്നു. പ്രധാനമന്ത്രിയും ആ തരത്തിൽ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ 80s എത്തി. അതിനിടയ്ക്കാണ് അടിയന്തരാവസ്ഥ വന്നത്. അടിയന്തരാവസ്ഥ വന്നപ്പോൾ ആകപ്പാടെ എല്ലാ പൊതുരംഗങ്ങളൊക്കെ കീഴടങ്ങി. അന്നത്തെ കാര്യം അനുഭവത്തിൽ ഞാൻ പറയാണ്, നിങ്ങളുടെ തലമുറക്ക് ചിലപ്പോൾ അറിയില്ല. ഈ അടിയന്തരാവസ്ഥയുടെ കാഠിന്യം എല്ലാ പൊളിറ്റിക്കൽ പാർട്ടികളെയും, എല്ലാ തൊഴിലാളി സംഘടനകളെയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പത്രങ്ങളടക്കം എല്ലാ വിവിധ വശങ്ങളെയും പ്രത്യക്ഷത്തിലും മരവിപ്പിച്ചു, സ്തംഭിപ്പിച്ചു, ഇളകാൻ സാധ്യമല്ലാത്ത തരത്തിലാക്കി. അതിന് ആകെ പ്രവർത്തിക്കാനുള്ള സിംഗിൾ മൂവ്മെന്റ് രാഷ്ട്രീയ സ്വയം സേവക സംഘവും
വിവിധ ക്ഷേത്രവുമായിരുന്നു. അപ്പൊ നമ്മളൊരു തീരുമാനമെടുത്തു, എല്ലാ വിവിധ ക്ഷേത്രങ്ങളും പ്രവർത്തന സൗകര്യത്തിന് വേണ്ടിയിട്ട് സിംഗിൾ കമാൻഡിൽ വരണം. അതുകൊണ്ട് ലോകസംഘർഷ സമിതി ഉണ്ടാക്കി ദത്തോപ്പന്ത് ഠേംഗഡി, നാനാജി ദേശ്മുഖ് അവര് ആ പ്രവർത്തനത്തിലായി. അപ്പോ അടിയന്തരാവസ്ഥയില് ഠേംഗഡിജി ആ പ്രവർത്തനത്തിലായി. ഇപ്പോ ഞാൻ വളരെ ചെറിയൊരു സംഭവം, എന്റെ വ്യക്തിപരമായ അനുഭവം പറയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 25 ജൂണിനാണ്. അപ്പൊ ജൂൺ മാസത്തിന്റെ അവസാനം തന്നെ, ജൂൺ 30-ാം തീയതിയോ ജൂലൈ 1-ാം തീയതിയോ ആയിരിക്കും. ഞാൻ ആ സമയത്ത് കോഴിക്കോട് വിഭാഗ പ്രചാരക്കാണ്. അപ്പോ ഞങ്ങൾ എല്ലാവരും അണ്ടർഗ്രൗണ്ട് പോകാൻ തീരുമാനിച്ചു. കേന്ദ്രത്തിൽ നിന്ന് വിവരം കിട്ടുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പോൾ ഞാൻ കാലിക്കട്ടിൽ ഉള്ളപ്പോ പുറത്തിറങ്ങിയാൽ പിടിക്കും, വളരെ ടൈറ്റ് അടിയന്തരാവസ്ഥ. ഫ്രഷ് ആയിരിക്കുമ്പോൾ 5 ദിവസം പോലും കഴിഞ്ഞിട്ടില്ല അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച്. പോലീസുകാർക്കൊക്കെ ഭയങ്കര മുഷ്ക മൂച്ച്, കോൺഗ്രസ്കാർക്ക് അഹങ്കാരം, ബാക്കി എല്ലാവരും അന്താളിച്ച് നിപ്പ്. അങ്ങനെയുള്ള സമയത്ത് ഞാൻ അണ്ടർഗ്രൗണ്ടിൽ താമസിക്കുന്ന ദിക്കില് നമ്മുടെ മെസ്സഞ്ചർ വന്നു, നമ്മുടെ അണ്ടർഗ്രൗണ്ട് മെസ്സഞ്ചർ. എന്നിട്ട് എന്നോട് പറഞ്ഞു, കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ആരെങ്കിലും ഭാസ്കർ റാവിനെയോ ഹരിയേട്ടനെയോ ആരെങ്കിലും കാണാൻ ദത്തോപ്പന്ത് ഠേംഗഡി വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ ദത്തോപ്പന്ത് ഠേംഗഡിജിയെ മുറോപ്പത്ത് പിങ്ങളെ വിളിച്ചിട്ട്, കേരളത്തിൽ താൻ പോയിട്ടുണ്ടല്ലോ 42, തനിക്ക് ആ സ്ഥലം അറിയാലോ, അതുകൊണ്ട് മെസ്സേജ് കൊടുത്തു വരുന്ന ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദത്തോപ്പൻ ഠേംഗഡിജി വന്നു. അപ്പൊ അദ്ദേഹം വേഷമൊക്കെ മാറി ആരും അറിയാതെ ഒറ്റയ്ക്ക് തീവണ്ടിയില് കോഴിക്കോട് ഇറങ്ങി. കോഴിക്കോട് നിന്ന് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് അദ്ദേഹം പണ്ട് താമസിക്കുന്ന ആഴ്ചവട്ടത്ത് പോയി. അവിടുത്തെ വീടൊക്കെ അറിയാമായിരുന്നു, 42-ൽ താമസിച്ച വീട്. അതിലൊരു വീട് കണ്ടെത്തിയിട്ട് അദ്ദേഹം അന്ന് അവിടെ ഒളിവിൽ താമസിച്ചിട്ട് എനിക്ക് വേണ്ടി ആളെ പറഞ്ഞയച്ചു. ഞാൻ അദ്ദേഹത്തെ അവിടെ പോയി കണ്ടു. അങ്ങനെയാണ് കേരളത്തിലെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം ആദ്യം കിട്ടണത്. പിന്നീട് നമുക്ക് പ്രവർത്തിച്ചു. അപ്പോ അണ്ടർഗ്രൗണ്ട് പ്രവർത്തിച്ചതിന്റെ ഒരു സാമ്പിള് ഞാൻ പറയണം. അത് കഴിഞ്ഞതിന് ശേഷം രാഷ്ട്രീയ നേതാക്കന്മാരെയും എല്ലാവരെയും കാണുന്ന ചുമതല അണ്ടർഗ്രൗണ്ടില് ദത്തോപ്പൻ ഠേംഗഡിജിക്ക് ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നീട് 2 തവണയും കൂടി അദ്ദേഹം വന്നു. പക്ഷേ 2-ാം തവണ ആ സമയത്തും എറണാകുളത്താണ്. എനിക്ക് തന്നെ ദത്തോപ്പൻ ഠേംഗഡിജിയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായേയില്ല. ശരിക്കും ഒരു സഫാരി സൂട്ട് അതുപോലെ അതൊക്കെ ധരിച്ചിട്ട് തലമുടിയൊക്കെ ഡൈ ചെയ്തിട്ട് മീശയൊക്കെ മാറ്റിയിട്ട് അദ്ദേഹം പ്രൊഫസർ സുനിൽ ഗോസ്വാമി എന്ന ഐഡന്റിറ്റി കാർഡുമായിട്ട് വന്ന് നമ്മളൊരു പ്രൊഫസറെ വീട്ടിൽ താമസിപ്പിച്ചു, പ്രൊഫസർ സുനിൽ ഗോസ്വാമിയെ. അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് ഫുൾ പാൻറ്റും അതും എല്ലാം എടുത്തിട്ട് വളത്താർ വിത്തിട്ട് ഹാവു ഇത് മതി എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഗോവിന്ദപിള്ള അതുപോലെ അമ്പാടി വിശ്വം ഇവരെല്ലാവരെയും കണ്ടു. അപ്പോൾ അണ്ടർഗ്രൗണ്ട് അങ്ങനെ പ്രവർത്തിച്ചു. അതിനുശേഷം പിന്നീട് അദ്ദേഹം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അദ്ദേഹം സ്വദേശി ജാഗരൺ മഞ്ച്, ഭാരതീയ കിസാൻ സംഘ്, ഈ തരത്തിലുള്ള പല ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അതൊക്കെ അദ്ദേഹം തുടങ്ങി. അതുപോലെ അനവധി പുസ്തകങ്ങൾക്ക് മുഖവുരി എഴുതി. അപ്പോഴേക്കും ഇന്റഗ്രൽ ഹ്യൂമനിസം എന്നുള്ള ദർശനം ദീൻദയാലിയുടെ വന്നിരുന്നു. ദീൻദയാലെ പെട്ടെന്ന് വധിക്കപ്പെട്ട് പോയതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉള്ള ഗഹനത ആർക്കെങ്കിലും വേണം. അത് ദത്തോപ്പൻ ഠേംഗഡിജിക്ക് കൊടുത്തു. അദ്ദേഹം ദീൻദയാൽജിയുടെ പുസ്തകങ്ങൾക്ക് മുഖവുര എഴുതിയത് 180 പേജുണ്ട്. അതെ, ദീൻദയാലിന്റെ കംപ്ലീറ്റ് വർക്സിന്റെ മുഖവുര തന്നെ ഒരു വോള്യൂമായിട്ട് വരും. അപ്പോൾ ഏകാത്മമാനവ ദർശനത്തിന്റെ ഉപജ്ഞാതാക്കളില് അദ്ദേഹം ദീൻദയാൽജിയെ പോലെ മറ്റൊന്നാണ്. ഇതിനിടയ്ക്ക് ഡോക്ടർ അംബേദ്കറായിട്ടും വളരെ വളരെ നല്ല അടുപ്പം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അംബേദ്കർ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ ഇലക്ഷൻ ഏജന്റ് ഠേംഗഡിജിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ധാരാളം കാര്യങ്ങൾ സംസാരിച്ച്
ഈ പറയുന്ന തരത്തില് ദളിത് ഭേദം ഉണ്ടാക്കാനുള്ള മനസ്സായിരുന്നില്ല അംബേദ്കറുടെ. തികഞ്ഞ ദേശീയവാദിയായിരുന്നു. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാവണമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു 80 വയസ്സ് ആയപ്പോഴേക്കും അദ്ദേഹം, അപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ 1977 എമർജൻസി വരുമ്പോഴേക്കും 1977 എന്ന് പറയുമ്പോഴേക്കും ദത്തോപ്പൻ ഠേങ്ഡിജിക്ക് ഏതാണ്ട് 57 വയസ്സായി. പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞു, പ്രവർത്തിച്ചു, 80കൾ വന്നു, ഈ ജാഗരൺ മഞ്ച് അതെല്ലാം തുടങ്ങി. അപ്പോൾ അതിനുശേഷം 1980കൾ വന്നപ്പോൾ അദ്ദേഹം പ്രത്യേക ചുമതലയില്ല, BMSന്റെ ഉപദേഷ്ടാവാണെന്നുണ്ടെങ്കിലും സംഘത്തിന്റെ ത്രൂ ഔട്ട് എല്ലാ തേർഡ് ഇയർ ഒട്ടീസിലും അദ്ദേഹത്തിന് 3 ബൗദ്ധിക്കുണ്ടാവുമായിരുന്നു, സംശയ നിവാരണം ഉണ്ടാവുമായിരുന്നു. നമ്മുടെ സംഘത്തിന്റെ ഏത് വിവിധ ക്ഷേത്രത്തിന്റെയും ഐഡിയോളജിക്കൽ മാർഗദർശനം സംസ്കാര ഭാരതിയുടെ, ഭാരതീയ മസ്ദൂർ സംഘിന്റെ, വിദ്യാഭാരതിയുടെ അങ്ങനത്തെ ഒരു ഇന്റലക്ച്വൽ ആള് ആയതുകൊണ്ട് അതിലേക്ക് ആയി. അങ്ങനെ പ്രവർത്തിച്ചിട്ട് യാത്രയും ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹം. അങ്ങനെ യാത്ര ചെയ്തിട്ട് അദ്ദേഹം 80കൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ആരോഗ്യം വല്ലാതെ തകരാറായി. അങ്ങനെ തകരാറായിട്ട് ഏതാണ്ട് 83-ാം വർഷം, അദ്ദേഹത്തിന്റെ 83 വർഷം തികഞ്ഞില്ല, അപ്പോഴേക്കും അദ്ദേഹം പെട്ടെന്ന് അസുഖമായി. പിന്നെ ഹോസ്പിറ്റലിൽ തന്നെ, നല്ല ഹോസ്പിറ്റൽ നമ്മുടെ പൂനെയിൽ ദീൻദയാൾ മെമ്മോറിയൽ ഹോസ്പിറ്റൽ തുടങ്ങിയതൊരു സ്വയം സേവക, അവിടെ അദ്ദേഹത്തെ അഡ്മിറ്റ് ചെയ്തു. ആ കാര്യമായിട്ട് ഒന്നുമില്ല, സൂക്കേട്, എന്നാലും ക്ഷീണം തീർക്കാൻ അവിടെ താമസിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം കുളിമുറിയിൽ പോയപ്പോൾ ആ കുളിമുറിയിൽ ബോധം കെട്ടുവീണു. അന്ന് തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. പക്ഷേ അതിനൊരു 15 ദിവസം മുമ്പ് സംഘത്തിന്റെ അധികാരികൾ പറഞ്ഞതനുസരിച്ച് അംബേദ്കറുടെ ജീവിതം മുഴുവനും അദ്ദേഹം എഴുതി തീർത്ത് അതിന്റെ മാനുസ്ക്രിപ്റ്റ് മുഴുവനും അദ്ദേഹം ഈ പറഞ്ഞ സംഘാധികാരിക്ക് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തു തീർത്തു കേട്ടോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അപ്പോൾ വാസ്തവത്തില് അവസാന ശ്വാസം വലിക്കുമ്പോൾ അദ്ദേഹം ചാരിതാർത്ഥ്യത്തോടു കൂടിയിട്ടാണ്. അതുകൊണ്ട് കിടന്നു മരിച്ചില്ല അദ്ദേഹം, പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹം വീണു മരിച്ചു എന്ന് പറയാം. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ 80-83 വർഷത്തെ അദ്ദേഹത്തിന്റെ ജീവിതം. അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് ഒരോട്ടപ്രദക്ഷിണം പോലെ എനിക്ക് അനുവദിച്ച സമയത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു തീർത്തു. ഇത്രയും പറഞ്ഞ് ഇവിടെ നിർത്താം. ഇങ്ങനത്തെ പ്രചാരകന്മാരൊക്കെ സംഘത്തിന് കിട്ടിയതെല്ലാം ഒരു ദൈവഹിതമാണ്, ദൈവാനുഗ്രഹമാണ്. നമ്മൾ പറയുന്നുണ്ടല്ലോ സംഘം ഈശ്വരീയ കാര്യമാണെന്ന്. അപ്പോൾ ഈശ്വരീയ കാര്യത്തിന് വേണ്ടി ഈശ്വര കോട്ടികളെ ഈശ്വരൻ തന്നെ അയച്ചവരില് ഒന്നാണ് നമ്മുടെ ദത്തോപ്പൻ ഠേങ്ഡി എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ നമസ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ നമസ്കരിക്കാൻ നിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.